സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം സൈബർ ആക്രമണങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളും വളരുകയാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ. സൈബർ കുറ്റകൃത്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കുകയാണ് പ്രധാനമെന്ന് കേരള സൈബർ സുരക്ഷ ഉച്ചകോടി സംഘാടകർ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൈബർ സുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ വിശ്വാസ്യത, സൈബർ പ്രതിരോധശേഷി എന്നിവയുടെ ഭാവി ചർച്ച ചെയ്യുന്നതിന് സെപ്റ്റംബർ 5-ന് കൊച്ചി ലേ മെറിഡിയനിലാണ് കേരള സൈബർ സുരക്ഷ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാർ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവയുടെ പിന്തുണയോടെ F9 ഇൻഫോടെക് ആണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. AI സെക്യൂരിറ്റിയാണ് പ്രധാനമായിട്ടും നമ്മൾ സമ്മിറ്റിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ OT സെക്യൂരിറ്റി, പിന്നെ ആപ്ലിക്കേഷൻ ആൻഡ് ക്ലൗഡ് സെക്യൂരിറ്റി, 3 ട്രാക്കുകളായിട്ടാണ് നമ്മൾ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. ഈ OT സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഇത്രയും ക്രിട്ടിക്കൽ ആണോ എന്നുള്ളത്. ഇപ്പോൾ UK-ലും പല സ്ഥലത്തും നടന്ന ഇൻസിഡൻസ് എല്ലാം പ്രൂവ് ചെയ്യുന്നത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് സൈബർ ഇടത്തിലാണ്. 750-ലധികം പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 40-ലധികം പ്രാസംഗികരും 20-ലധികം വിദഗ്ധ സെഷനുകളും ഉച്ചകോടിയിൽ ഉണ്ടാകും. വിജിലൻസ് DGP മനോജ് എബ്രഹാം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഈ രംഗത്തെ വിവിധ പുരസ്കാരങ്ങളും ഉച്ചകോടിയിൽ വിതരണം ചെയ്യും. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് 31 വരെ രജിസ്ട്രേഷന് സൗകര്യമുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസറും സൈബർ സെക്യൂരിറ്റി ബിസിനസ് മേധാവിയുമായ രാജേഷ് വിക്രമൻ, ചീഫ് പീപ്പിൾ ഓഫീസർ മഞ്ജുഷ ജയകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.